അല്ല, ചങ്ങനാശ്ശേരിയിൽ എവിടെ പോയിട്ട് ഒരു പശുവിനെന്തോ വെഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് തളർന്നു കിടക്കുന്ന പശുവായിരുന്നു. അപ്പം വീട്ടുകാർ ഒന്ന് പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, ഈ തളർന്ന പശു ഒന്ന് എഴുന്നേക്കണം. അപ്പം ഞാൻ 2-3 കുരിശ് വെഞ്ചരിച്ച് കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി പശുവിനെ ദേഹത്ത് കെട്ട്. ഒരു നൂലേക്ക് കൊടുത്തു, കഴുത്തേലും കയ്യേലും ഒക്കെ ആയിട്ട് കെട്ടി വെച്ചു. അന്ന് വൈകുന്നേരം 4 മണിക്ക് ഈ കുരിശ് മേടിച്ച മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നു. എനിക്കൊരു പേടി, അത് പശു വീണ്ടും തളർന്നോ അത് എഴുന്നേറ്റോ എന്താണെന്നറിയത്തില്ല. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛ പ്രാർത്ഥനയുടെ ശക്തി, അത് കെട്ടി 3 മണിക്കൂർ കഴിഞ്ഞ് പശു ചാടി എഴുന്നേറ്റു, ഒരു കുഴപ്പമില്ല, അവിടെ നിൽപ്പുണ്ട്. പ്രാർത്ഥിച്ച് എനിക്ക് സംശയമുണ്ട്, ഈ പ്രാർത്ഥിപ്പിക്കുന്ന മനുഷ്യർക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്ന അച്ഛനെക്കാണെന്ന് അന്ന് എനിക്ക് തോന്നി. അപ്പോ അമേരിക്കയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ? അമേരിക്കയിൽ ഓണാഘോഷം തുടങ്ങി. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനങ്ങള്, പിന്നെ യൂത്തിന്റെ ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനങ്ങള് വളരെ കേമായിരുന്നു. ഈ ലോകത്ത് കിഡ്നി അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫാദർ വിമാനത്തിൽ നിന്ന് ചാടാൻ പോയി എന്ന് പറഞ്ഞു. സ്കൈ ഡൈവിംഗ്. വയസ്സാം കാലത്ത് അബദ്ധം ആയനെ, ഇത് കുറെ കാലമായി. 2014 എത്ര ഉയരത്തി? 15,000 അടി ചാടി. ചാടിയോ? പിന്നെ 2 പ്രാവശ്യം എന്നെ കൊണ്ടുപോയി അവര്. അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഫാദർ ഇത് അങ്ങോട്ട് പോയി തലവെച്ച് കൊടുത്താണോ? അതായത് ലങ്കാസ്റ്റർ ധ്യാനിപ്പിക്കാൻ പോയപ്പോ അവിടെ കേൾക്കണേ, കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് അവര് ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തും. സ്കൈ ഡൈവിംഗ്, സൈക്ലിംഗ്, മൗണ്ടനിങ്. അന്ന് അവര് സ്കൈ ഡൈവിംഗ് ആണ്. അവര് കിഡ്നി കെയർ എന്നൊരു ഓർഗനൈസേഷൻ, അത് UK ബേസ്ഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ സ്കൈ ഡൈവിംഗ് ചെയ്താലോ? അപ്പൊ ഇതുവരെ ഒരു ഇന്ത്യൻ ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ, ഇന്ത്യൻ മാത്രമല്ല പള്ളി വികാരം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു കിഡ്നിയുള്ള ആള് ലോകത്തിൽ ചെയ്തിട്ടേ ഇല്ല. ആയിക്കോട്ടെ. അല്ല, ഒറ്റ കിഡ്നിയുള്ള ഏക ക്രിസ്ത്യൻ ഫാദറാണ് ആയിരിക്കും. വേൾഡ് റെക്കോർഡ് ഇപ്പുണ്ട്. ഇപ്പൊ കുറെ അച്ഛന്മാർക്ക് കൊടുത്തല്ലോ, കുറെ ആൾക്കാർ കൊടുത്തല്ലോ. ഫസ്റ്റ് അതെ അതെ. അപ്പൊ അതിന് ഫൗണ്ടിംഗ് ഡയറക്ടർ നമ്മളാ. അതെ അതെ. അങ്ങനെയാണ് ഞാന് സ്കൈ ഡൈവിന് തയ്യാറായത്. അപ്പൊ അന്ന് അതിന് ഒരു ട്രെയിനിങ് ഉണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ഫ്ലൈറ്റിൽ 5 പേരുള്ള ആകെ. ഈ 5 പേരില് 4 പേര് പെണ്ണുങ്ങളാ, ഞാൻ മാത്രമാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ അവരുടെ ഭർത്താക്കന്മാരുണ്ട്, എന്താ വൈ യു ആർ നോട്ട് ഡൂയിങ് സ്കൈ ഡൈവ് എന്ന് ചോദിച്ചു. അപ്പൊ ഒരു അത് അവരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണെന്ന്. ഏത് സ്കൈ ഡൈവിങ്? അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ചാടാം. കാരണം വെച്ചാൽ അവരുടെ ചാട്ടൊന്നും ഞാൻ കാണേണ്ട ആവശ്യമില്ലല്ലോ. സേഫ്റ്റിക്ക് എന്തോ ഉള്ളത്? സേഫ്റ്റി മുകളിലുണ്ട്, ടാൻഡം സ്കൈ ഡൈവ് ആണ്. എന്റെ പുറത്തൊരാളുണ്ട്, സയാമസ് ഇരട്ടകൾ പോലെ. അപ്പൊ ഞാൻ ആദ്യം ഞാനിരിക്കാന്ന് പറഞ്ഞു. അത് ഞാൻ ആലോചിക്കുന്നത്, അതെല്ലാം ദൈവത്തിന്റെ ഭയങ്കര ഒരു ഇടപെടലായിരുന്നു. ഞാൻ ആദ്യം ഇരുന്നു, ബാക്കിയുള്ളവരൊക്കെ പിന്നിലിരുന്നു. മുകളില് 17 മുകളിൽ എത്താറായ ആ സമയത്തിനോട് പ്ലീസ് ചേഞ്ച് ദ സീറ്റ്, എന്നെ മാറ്റിയിരുത്തി. 4 പേര് ചാടിച്ച് എന്നെ ഇറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് ചാടണില്ലേ? ഫാദറിന്റെ ബാക്കിലിരിക്കുന്ന ആളുടെ പുറകിലാണ് ഈ പാരച്യൂട്ട്. അതുമൊരു ഓക്കെ കാണണം. ഓക്കെ കണ്ടില്ല. കണ്ടില്ല. അതെന്താ പറ്റി? ഫാദർ പ്രാർത്ഥിച്ചോ? അപ്പോ അല്ല, ഓക്കെ കണ്ടില്ല എന്ന് വെച്ചാൽ അത് ചെന്നാ വിരിയില്ല. പിന്നിലിരിക്കുന്ന ആൾക്കാരത് കണ്ടു, എന്നെ മാറി. അപ്പൊ ഞാൻ ഏറ്റവും പുറകിലിരുന്നെങ്കിൽ അവസാനിച്ച് കിട്ടിയത്. പക്ഷേ താഴെ വന്നിട്ട് അവരെന്നെ വീണ്ടും ഒറ്റയ്ക്ക് കൊണ്ടുപോയി 7.5 മിനിറ്റ് കൊണ്ട് 15,000 അടി താഴേക്ക് ഇങ്ങോട്ട് എത്തി. 1.5 മിനിറ്റ് ഫ്രീ. 7.5 മിനിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? ഫ്രീ ഫോള് 1.5 മിനിറ്റ്. അപ്പൊ ഒന്നും കാണില്ല, കംപ്ലീറ്റ് മേഘങ്ങൾ. ആ സമയത്ത് ചെറിയ ചെറിയ കിളികൾ പറന്ന് ചെവി കൂടെ പോയി. കിളികൾ പറക്കുന്നു, ചിറകില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ ഇത് കടന്ന് ഭൂമിയിൽ കടക്കുമ്പോ എന്റെ അമ്മ ഒന്ന് വിളിച്ചപ്പോഴാ ഫാദർ അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുന്ന സമയത്ത് ഒരു പാരച്യൂട്ട് ഓൺ ചെയ്തപ്പോ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളെ എയർ പിടിച്ചോട് കൂടി മോളിലേക്ക് ഒരു പോക്ക് പോയി. അപ്പൊ എന്റെ അമ്മോ ഒരു പരുന്ത് പറന്നു. പരുന്ത്. അത് കഴിഞ്ഞിട്ടാണ് 7.5 മിനിറ്റോട് കൂടെ ഞാൻ ലാൻഡ് ചെയ്തു. അന്ന് അവർക്കൊരു 10-15 ലക്ഷത്തോളം രൂപ ആ കിഡ്നി ആ ഓർഗനൈസേഷന് ആൾക്കാർ ഡൊണേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇവിടെയും കൂടെ ഒന്ന് ചാടിയായിരുന്നെങ്കിൽ ഇവിടെ ഇനി ചാടണോ? ഇനിയൊരു ചാടാനായിട്ടുള്ള ഫാദർ അന്ന് ചാടിയ ചാട്ടം കയ്യിലുണ്ട്, നമുക്ക് കാണാതെ.
ഇപ്പൊ സംഭവം കിട്ടില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയ കാപ്പുപൊടി അച്ഛൻ വിടുവോ? ചാടുകയല്ല. ചാടുകയല്ല. ഉറപ്പാണോ? ഇല്ല. എന്താ ഫാദറെ, ഉയരുപടിയുള്ളതുണ്ടോ? ഒന്നുമല്ല, ഭൂമി വിട്ടുള്ള കളിയൊന്നുമില്ല. തറയിൽ നിന്നുള്ള കളിയേ ഉള്ളല്ലേ? തറ പരിപാടിയില്ല.